ഇന്നത്തെ റെഡ് കാർപ്പറ്റില് മറ്റാരെയുമല്ല ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയ റിമി ടോമി. മായാമഞ്ജലി ഇതുവഴി പോകും തിങ്കളി കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തിന്നലി ആരും പാടാത്ത പല്ലവി കാതിൽ വീഴും ഈ വേളയിൽ കിനാവ് വരൂ വരൂ മായാമഞ്ജലി ഇതുവഴി പോകും തിങ്കളി. ഈഴുനീരി വിളക്കിന്റെ മുൻപിൽ ചിരി തൂകി മലർത്താൻ കൊണ്ടുവന്നതാര്? ഈഴുനീരി വിളക്കിന്റെ മുൻപിൽ ചിരി തൂകി മലർത്താൻ കൊണ്ടുവന്നതാര്? കനകമഞ്ചാടി പോലെ ആ ആ ഏതൊരോർവയിൽ നിന്നു നീ ആരെ തേടുന്നു ഗോപികേ ഇനാവിലെ മനോഹരേ മാമഞ്ജലി ഇതുവഴി പോകും തിങ്കളി. വെൽക്കം റിമി ചേച്ചി. താങ്ക് So, യു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് റെഡ് എനിക്ക് കാർപ്പറ്റില് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്. വന്നത്? പിന്നെ ഇവിടെ വരുന്നവരാരും ഭയങ്കര ട്രെയിൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരുപാട് വേദികളിൽ പാടി ഒരുപാട് ആൾക്കാരെ കണ്ട് അങ്ങനെയൊന്നും അല്ല. അതെ ആദ്യമായിട്ട് വരുന്നവരുണ്ട്, അതെ. കുറെ സ്റ്റേജുകൾ ചെയ്തവരുണ്ട്. ആ, എന്നാലും ആ ഒരു പോളിഷ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. അതെ അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ മുന്നിൽ പ്രത്യേകിച്ച് റിമി ചേച്ചി സിംഗേഴ്സ് ഒക്കെ വരുമ്പോൾ അവർക്ക് ചേച്ചിയുടെ മുന്നിലൊക്കെ പാടാൻ പറ്റുന്നത് വലിയൊരു കാര്യമായിരിക്കും. ഇനി നമുക്ക് കുറച്ച് ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം മാത്രം പറഞ്ഞാൽ എന്റെ മതി. കുസൃതി ചോദ്യമായിരിക്കും. അല്ല, അല്ല കുസൃതി പക്ഷെ ചോദ്യം. നല്ല ഹെയർ സ്റ്റൈൽ കേട്ടാ. അടുത്ത ഷോയിൽ ഞാൻ ഇതുപോലെ ചെയ്യും. ചേച്ചിക്ക് ചേരും, പക്ഷെ എനിക്ക് ചേരുന്നില്ല. സാധാരണ ശ്വാസിനെ എല്ലാരും കറുത്ത പൊട്ടും ആ. മറ്റേ നാടൻ ലുക്കിൽ നല്ല സാരിയും പക്ഷെ എനിക്ക് മുടി അതാ ഇങ്ങനെ ഇട്ട്. ഇഷ്ടം. പക്ഷെ എല്ലാം ചെയ്യണം. ഞാൻ ചേരുന്നുണ്ടല്ലോ, നന്നായിട്ട് ചെയ്യും. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതെ എല്ലാം ചെയ്യണം എന്നുള്ളതിലൊക്കെ ഞാൻ വരുന്നുണ്ട്. അതെ. ഇപ്പൊ എന്റെ ആദ്യത്തെ ഒരു ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് റിമി ചേച്ചി ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ പാടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേരെ ഇപ്പൊ പാടിയിട്ടില്ലെങ്കിലും കണ്ടിട്ടുണ്ടാവും, അവരുടെ കൂടെയൊക്കെ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ട് ഞാൻ കുറച്ച് മുമ്പ് കേട്ടിരുന്നു. അതിപ്പോ നടന്നോ? ഇല്ല, നടന്നില്ല. എനിക്ക് സിംഗേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും AR റഹ്മാൻ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ഒരു ദൈവമായി അതുപോലെ അത്ര ഒരു ഇതാണ്. അതൊക്കെ ഇനി നടക്കുവോ അതൊന്നും എനിക്കറിയത്തില്ല. അതെന്താ നടക്കാത്തത്? നടക്കുവാണെങ്കിൽ നടക്കട്ടെ. തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യാം, റഹ്മാൻജി എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ റിമി ചേച്ചിയെ മലയാളം താങ്കളുടെ ഇത്തിരി അറിയത്ത തമിഴ് പറ. തമിഴിലാണ് അത്. தமிழ்லான்ல കുറച്ച് ரஹ்மான்ஜி உங்க பெரிய ஃபேன் தான் ரிமி டோமி. அவங்கள எப்படியாவது உங்ககிட்ட கூட்டிக்கிட்டு ஒரு பாட்டெல்லாம் கொடுத்து சந்தோஷத்துல ഒന്ന് സാർ ഏതാവത് ഹെൽപ്പ് പണ്ണുങ്ക. ஹெல்ப் பண்ணுங்க. മன்னிച്ചിടുങ്ക അണ്ണാ, മன்னிച്ചിടുങ്ക. എന്തായാലും കൊള്ളാം. അപ്പൊ എനിക്ക് എന്തായാലും റഹ്മാൻജിയെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞപ്പോ റഹ്മാൻജിയുടെ ഒരു പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. AR റഹ്മാന്റെ ഒരു സോങ് കേൾക്കാൻ. റഹ്മാൻജി ഹനുമാൻജി എന്നൊക്കെ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങനെ റഹ്മാൻ സാർ എന്നല്ലേ കൂടുതൽ നമ്മൾ കേട്ടേക്കുന്നത്. ഞാൻ റഹ്മാൻ ജി എന്നാണ് പറയാറ്. അല്ല, അത് കറക്റ്റ്. അങ്ങനെയാണ് ശരിക്കും നമ്മൾ ബഹുമാനത്തോടെ വിളിക്കേണ്ടത്. എന്നാ റഹ്മാൻ സാറിന്റെ ഒരു നല്ലൊരു പാട്ട്, ഇഷ്ടമുള്ളൊരു പാട്ട്. എന്നവളെ അടി എന്നവളെ എന്തൻ இதயத்தை தொலைத்து விட்டே எந்த இடம் அது தொலைந்த இடம் அந்த இடத்தையும் மறந்து விட்டே உந்தன் கால் கொலுசில் அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தே காதல் என்றால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டுகொண்டே எந்தன் கழுத்து வரை இந்த காதல் வந்து இரு கண் விழி பிதுங்கி நின்றே என்னவளே அடி என்னவளே எந்த
இதத்தை தொலைத்து விட்டே. Thank you so much. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ സംസാരിച്ചു റിമി ചേച്ചി ഭയങ്കരമായിട്ട് ടിക്ടോക്കിലൊക്കെ ആക്റ്റീവ് ആകും ഒക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷെ റിമി ചേച്ചി ഒരാൾ സ്ഥിരമായിട്ട് ഭയങ്കരമായിട്ട് ആരാധിക്കുന്നു അതന്നെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നു. റിമി ചേച്ചിനെ പോലെ നടക്കാൻ ശ്രമിക്കുന്നു, റിമി ചേച്ചി പോലെ മുടി കെട്ടാൻ ശ്രമിക്കുന്നു, ചിരിക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ ഒടുക്കത്തെ ആരാധന. എന്നിട്ട് റിമി ചേച്ചി ചെയ്ത കാര്യങ്ങൾ ടിക്ടോക്കിൽ ചെയ്യുന്നു. ഇത്രയും ഒരു ആരാധന ആ കുട്ടിക്ക് ലോകത്തിൽ ആരോടും തോന്നിയിട്ടില്ല എന്ന് പറയണു. ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയണു, മൂണ് കഴിക്കാൻ പറ്റുന്നില്ല, ആകപ്പാടെ ബഹളം. അങ്ങനെയാണ് ഞങ്ങളെ വിളിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ശരി ഒരു വഴി ഉണ്ടാക്കാം എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ കുട്ടിയുടെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു. അതാണ് നമ്മളിപ്പോ റിമി ചേച്ചി ആദ്യം കാണിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും വീഡിയോ കാണാം. അവസാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെറ ചെറ പറ പറ എന്ന് ജഗതി ചേട്ടൻ പറയുന്നത് എങ്ങനെ? ചെറ ചെറ പറ പറ എങ്ങനെയാണ് ജഗതി ചേട്ടൻ പറയണേ? ചെറ ചെറ പറ പറ. നിങ്ങൾ ലിപ് കിസ് വരെ കൊടുത്തില്ലേ? അയ്യോ അത് ഞാൻ പറഞ്ഞുപോയി ചോദിക്കാൻ. അതൊരു പക്ഷേ മലയാള സിനിമയിൽ ആദ്യമായിട്ടല്ലേ ട്രൈ ചെയ്തേക്കുന്നത്? ആസിഫ് ട്രൈ ചെയ്തേക്കുന്നത് ഒരു നാരി. നാരിയൽ കപ്പാനിന്ന് കേട്ടില്ലേ? അതല്ല, അത് തേങ്ങ, ഇത് നാരി. ആദ്യമായിട്ടാണ് ഒരു വനിത പാട്ട് എഴുതി, പാട്ട് കമ്പോസ് ചെയ്ത്, പാട്ട് പാടി. കള്ളുകൂടിയാൻ മാർക്ക് ചോദിക്കാനും പറയാനും. റെഡി റെഡി ഓക്കെ കേട്ടോ. കള്ളുകൂടിയ മാർക്ക്. ചൂടുള്ള വായുവിനാണോ തണുപ്പുള്ള വായുവിനാണോ ഹെവിനെസ് കൂടുതൽ? ഉത്തരം ഫസ്റ്റ് ഉത്തരം തന്നെ കലക്കിയിരിക്കണം. നല്ലൊരു കൈഡി കൊടുക്ക. കാരണം ഫസ്റ്റ് ഉത്തരം കലക്കി എന്ന് പറയാനുള്ള കാരണം ഫസ്റ്റ് ഉത്തരം തെറ്റിയിരിക്കുകയാണ്. കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് സത്യത്തിൽ എന്താണ്? കാണ്ടാമൃഗത്തിന്റെ ഓപ്ഷൻസ് ഉണ്ട്. എല്ലാണ്, മാംസമാണ്, രോമമാണ്, ചുമ്മാ സ്റ്റൈലാണ്. കൈ തരാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്റെ ദൈവം ഭയങ്കര സന്തോഷം. ശരിക്കും എന്റെ മുഖം തന്നെ ചേച്ചി കുറച്ച് സ്ലിം ആയി, കുറച്ച് സ്ലിം ആയെന്നേ ഉള്ളൂ. എന്നാലും മുഖം എന്റെ മുഖത്ത് ഇതൊക്കെ തന്നെയല്ലേ, സെയിം അല്ലേ? ശരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എക്സ്പ്രഷൻ ആണെങ്കിലും ശരിക്കും വീട്ടിൽ ഇങ്ങനെയൊക്കെ അടിച്ചു ചിരിക്കാറുണ്ടോ? ഇതിനു വേണ്ടി മാത്രം. അപ്പൊ ശരിക്കുള്ള ക്യാരക്ടർ എങ്ങനെയാണ്? ഇതുപോലൊക്കെ തന്നെയാണ് തോന്നുന്നത്. ആണല്ലേ? ചേച്ചി ഇത്രക്ക് ഇഷ്ടപ്പെടാൻ എന്താ കാരണം? എനിക്കൊന്ന് അതിലുപരി ഫേസിന്റെ കട്ട് വെച്ച് എല്ലാരും പണ്ട് തൊട്ടേ പറയുന്നോണ്ട് അങ്ങനെ ചെയ്തു തുടങ്ങിയായിരിക്കും അല്ലേ? പണ്ട് ഇങ്ങനെ പറയും, ചിരിക്കുമ്പോ ഇങ്ങനെ ഷേപ്പ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ടിക്ടോക്ക് വെറുതെ ചുമ്മാ തുടങ്ങിയപ്പോൾ എപ്പോഴോ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വോയിസ് കണ്ട് അപ്പോൾ ഞാൻ ചെയ്ത്, അപ്പോൾ അത് നല്ല വ്യൂ ആയി. അങ്ങനെ പിന്നെ നേരിട്ട് കാണുമ്പോ ആൾക്കാർ ഞാനാണെന്നൊക്കെ പറഞ്ഞ് തോന്നിയിട്ടുണ്ടോ? ചിരിക്കുമ്പോ ഷേപ്പ് ഉണ്ട്, ചിരിക്കുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ ആരാധന തുടങ്ങിയത്. ഇപ്പൊ ആരാധന മൂത്ത് ഏകദേശം ഏത് സ്റ്റേജിൽ വരെ എത്തിക്കാണും? വേറെ ലെവലായി. കൊറേ നാളായി. എനിക്കറിയത്തില്ല ഞാൻ എത്ര മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന്. അയ്യോടാ, എന്റെ ഫോണിലാണോ അയച്ചത്? അല്ലല്ല, ഞാൻ ഉള്ള ആപ്സിലും. അതാണ് എന്റെ മൊബൈലിൽ അയച്ചാൽ ഞാൻ കാണൂല്ലേ. ലാസ്റ്റ് ടൈം ഞാൻ സ്റ്റാറ്റസ് ഇട്ടത് കണ്ടു മറ്റേ ഇൻസ്റ്റഗ്രാമില്. അപ്പോഴും ഞാൻ റിപ്ലൈ ചെയ്ത്. എന്റെ മൊബൈൽ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നമ്പർ തരാം. എപ്പോ വേണേലും എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ക്ലാസ് തന്നെ എടുത്തു. സംശയം ഉണ്ടെങ്കിലും അതുപോലെ എന്തുണ്ടെങ്കിലും വേണമെങ്കിൽ പേഴ്സണൽ ആയിട്ട് ഞാൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഡ്യുവറ്റ് ചെയ്യോ അങ്ങനെയൊക്കെ. ഇതുവരെ ചെയ്തതിലേ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടിയതും ഏറ്റവും കൂടുതൽ ചെയ്യണമെന്ന് പറഞ്ഞ് വീണ്ടും ആവശ്യപ്പെട്ട ഏത് ക്ലിപ്പായിരുന്നു ഇത്? അത് റിമി ചേച്ചിയുടെ വോയിസ് ചെയ്യണം എന്നാണ്. അതെ, എന്റേതില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചുമ്മാ ഒന്ന് ലൈവായിട്ട് കാണിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ. നമസ്കാരം. ഞാൻ ഓർത്തില്ല. എല്ലാവർക്കും നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു തമിഴ് പാട്ടായാലും, ഒരു അടിച്ചുപൊളി തമിഴ് പാട്ടായാലോ? എനിക്കൊരാഗ്രഹം. കാരണം നമ്മള് മമ്മൂക്കയുടെ അടുത്താണ് ഞാൻ പറയുന്നത്. നമ്മൾ മമ്മൂക്കയുടെ ഡാൻസിനെ പറ്റി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും പറയും. പക്ഷെ മമ്മൂക്കയ്ക്ക്
പറയാനുള്ള ഒരു ഉത്തരം കൊടുക്കലായിരുന്നു മലയാള സിനിമയ്ക്ക് ദുൽഖർ സൽമാനിലൂടെ. കാരണം യുവ താരനിരയിൽ ഇത്രയും ഭംഗിയായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു നടൻ, ശരിക്കും പറഞ്ഞ് ഏറ്റവും ഭംഗിയായിട്ട് ഡാൻസ് ചെയ്യുന്ന നടൻ ദുൽഖർ സൽമാൻ തന്നെയാണ്. അപ്പൊ എനിക്കൊരു ആഗ്രഹം, ഒരു 2 സ്റ്റെപ്പ് ദുൽഖറിന്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമായിരിക്കും. ദുൽഖറിന് ഒരു നല്ല കൈഡി കൊടുത്ത സ്റ്റേജിലൂടെ നമുക്ക് സ്വാഗതം ചെയ്യാം. 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടാകുമ്പോ പൊക്കോണം കേട്ടോ, പോണെങ്കിൽ മാത്രം. ദുൽഖറിനെ ഞാൻ കണ്ടേക്കുന്നത് ഏറ്റവും എത്ര എളിമയുള്ള വിനയമുള്ള, എന്താ പറയാ, എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖം. ശരിക്കും എന്തോരം വേണേലും അഹങ്കരിക്കാം, ഇത്രയും വലിയ ഒരു അച്ഛന്റെ മകൻ എന്തോരം വേണേലും അഹങ്കരിക്കാം. പക്ഷെ അതൊന്നുമില്ല. അതാണ് ദുൽഖറിനെ ഈ ഒരു താരസിംഹാസനത്തിലെത്താൻ ഏറ്റവും വലിയ യോഗ്യനാക്കുന്നത്. നമുക്ക് തുടങ്ങാം. ദുൽഖറിന് വിജയോടാണ് കൂടുതൽ താല്പര്യം, അതെയോ സൂര്യയോടാണ് കൂടുതൽ താല്പര്യം തമിഴ് ഇൻഡസ്ട്രിയിൽ? അടിപൊളി. അല്ല, ഇത്രയും ഡയലോഗ് ഒക്കെ കാണാപ്പടം പഠിച്ച് ആ മുഖത്തിന്റെ എക്സ്പ്രഷൻ വരെ കറക്റ്റ് ആയിരുന്നല്ലോ. പക്ഷേ നമുക്ക് നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യം നമുക്ക് അങ്ങനെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ഇത് വരില്ലേ? എന്തായാലും അസലായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഹാപ്പി അല്ലേ? റെഡ് കാർപ്പറ്റിൽ വന്നിട്ട് ഒരുപാട് മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈ ചെയ്യാത്ത ആ നായികയെ നേരിട്ട് കണ്ടപ്പോ സന്തോഷമായില്ലേ? പറയേ, വേറെ എവിടെയൊക്കെയോ പോയി മെസ്സേജ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കാണുന്നത്, ഫോണിലല്ല അയച്ചേക്കണേ. പക്ഷെ എല്ലാ വിഷമവും തീർക്കാം. ഇനി ധൈര്യമായിട്ട് മെസ്സേജ് ചെയ്യോ, സംസാരിക്കോ, ഡുവറ്റ് ചെയ്യോ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യേ. ഞങ്ങൾ നിങ്ങളെ ബന്ധിപ്പിച്ചു തന്നിരിക്കും. ഹാപ്പി അല്ലേ? ഒത്തിരി പേര് ഞാൻ ഈ വേറെ ചിഞ്ചൂസിന്റെയും അവരുടെയൊക്കെ ടിക്ടോക്കിന്റെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇവര് നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അതിന്റെ അടിയിലൊക്കെ ഒത്തിരി പേര് പറഞ്ഞു, ഇതല്ല ചേച്ചി, ഇതിനേക്കാളും ഡിറ്റോ സാമ്യമുള്ള ഒരു പുള്ളിക്കാരി ഉണ്ട്, ചങ്ങനാശ്ശേരിയിലാണ് വീട്. അവർ പ്രചോദേട്ടൻ എന്റെ അടുത്ത് പറയാം, പ്രചോദേട്ടന്റെ വീടിന്റെ അടുത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരൊക്കെയോ കണക്ഷൻ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും ശ്വാസിക്കാണ്, അമൃത ടിവിക്കാണ് ഒരു സ്പെഷ്യൽ താങ്ക്സ്. എന്റെ ഒരു കൊച്ചു സഹോദരീനെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. അപ്പൊ എന്തായാലും ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം ഇവിടെ വന്നതിലും നല്ലൊരു പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചതിലും ഒക്കെ. ഇനി നമുക്ക് വേറെ ഒരു അവസരത്തിൽ കാണാം.